എന്നാൽ കത്ത് വിവാദമായതോടെ താൻ മത്സരിക്കുന്നില്ലെന്ന പ്രഖ്യാപനവുമായി പ്രതാപൻ രംഗത്തെത്തി. താൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിട്ടില്ല. പിതൃശൂന്യ വാർത്തകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതാപൻ കൊച്ചിയിൽ പറഞ്ഞു. കത്തെന്ന് പറയുന്ന കള്ളപ്രചരണത്തിന്റെ പുറകിലും അതിന് തൊട്ടു പുറകിലായി യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെയും പുറകിൽ ആരാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ബോധ്യമുണ്ട്. ഈ ചോദ്യത്തിലുണ്ട് ഉത്തരം. പക്ഷെ ഇതുകൊണ്ടൊന്നും വി.എം. സുധീരന്റെ ആദർശത്തെയും വി.എം. സുധീരന്റെ നിലപാടുകളെയും തിന്മകൾക്കെതിരെയുള്ള വി.എം. സുധീരന്റെ പോരാട്ടത്തെയും ചെറുതാക്കാനോ പിന്തിരിപ്പിക്കാനോ കഴിയത്തില്ല. എന്നെ പോലുള്ള ആളുകൾ സന്തോഷ് മാധവന്മാരോ അല്ലെങ്കിൽ മെത്രാൻ കായലിന്റെ തമ്പുരാക്കന്മാരോ അതിന് കരുണ എസ്റ്റേറ്റിന്റെ കോടീശ്വരന്മാരോ പീരുമേടിലെ ഭൂമി കൈയെടുക്കാൻ വരുന്നവരെയോ ചെറുക്കുകയും തോൽപ്പിക്കുകയും വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടത്തി എന്നെ ഒന്നും പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. MLA അല്ലെങ്കിലും ഒരു പൊതുപ്രവർത്തകനായി കോൺഗ്രസ് പ്രവർത്തകനായി എല്ലാ തിന്മകൾക്കെതിരെയും അനീതിക്കെതിരെയും പോരാടും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും വേണം. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ രാഹുൽ ഗാന്ധി എൻ്റെ പേരില്ലാതെ വന്ന പാനലിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം കേട്ടിട്ടുള്ള ആളുകൾ രാത്രി എവിടെയെങ്കിലും ഇരുന്ന് ആലോചന നടത്തിയിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഈ കത്ത് വാർത്തയുടെ പുറകിൽ ഒരു പിതാവില്ലാത്ത പിതൃശൂന്യതയുള്ള വാർത്തയായിരുന്നു അതിൻ്റെ പുറകിൽ. അതിനുശേഷം പിതൃത്വമുള്ള ചില പ്രസ്താവനകൾ വരികയുണ്ടായി. വരികൾക്കിടയിൽ വായിക്കാവുന്നവർക്ക് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇത് എന്നുള്ളത് ഞാൻ പറയാതെ കണ്ടുപിടിക്കാമല്ലോ.